Kolo ആപ്പിൻ്റെ എഡ്യൂക്കേഷൻ സീരീസിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രിക്കലിനെ പറ്റിയിട്ടാണ്. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ എന്നുള്ളത് ശരത്താണ്, ഗണേഷ് ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടറാണ് ശരത്ത്. നമ്മൾ സാധാരണ ഒരു വീട് നിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു പ്ലാനിങ് സെക്ഷനൊക്കെ ആ സമയത്ത് തന്നെ നമ്മൾ ഇലക്ട്രിക്കലിന്റെ കാര്യം അപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇലക്ട്രിക്കൽ വർക്ക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അതിന്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അത് മാത്രമല്ല നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ്. കാരണം ഓരോ പോർഷനിലേക്ക് ഇപ്പോൾ റൂമിലേക്ക് ആയാലും ഒരു ഡൈനിങ്ങിലേക്ക് ആയാലും കിച്ചണിലേക്ക് ആയാലും ഈവൻ ഒരു ടോയ്ലറ്റിലേക്ക് ആയാലും ഏതൊക്കെ പോയിന്റ്സ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് പിന്നീടുള്ള വെട്ടിപ്പൊളിക്കലുകളും കൂട്ടിച്ചേർക്കലുകളും എല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അതെന്താ അങ്ങനെ പറയാനുള്ള കാര്യം ചിലപ്പോൾ റിനോവേഷൻ വർക്ക്സ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പൈപ്പ് ഏത് കൂടിയാണ് അല്ലെങ്കിൽ വയർ ഏത് കൂടിയാണ് പോകുന്നതെന്നൊന്നും ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫസ്റ്റ് തന്നെ പ്ലാനിങ്ങിൽ ചെയ്യുന്ന ആ ഒരു ലേ ഔട്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ശരി, നമ്മൾ സാധാരണ ഒരു വീടിന്റെ ആദ്യം തന്നെ ഇലക്ട്രിക്കൽ നമ്മൾ പെർമിഷൻ എടുക്കില്ലേ? നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പ്ലോട്ട് ഒരുക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സംഭവമാണ് ഒന്ന് വാട്ടർ റിസോഴ്സസിനുള്ള ഒരു സംവിധാനം റെഡിയാക്കുക, വീട് പണിക്ക് ആവശ്യമായിട്ടുള്ളത്. പ്ലസ് രണ്ടാമത് ഇലക്ട്രിക്കൽ കണക്ഷൻ, അത് ടെമ്പററി കണക്ഷൻസ് ആണ് ചെയ്യുക. നമ്മൾ ഈ വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റും നമ്മുടെ ഉടമയുടെ ആധാർ കാർഡും ഓരോ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ KSEBിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് വരുന്നത്. അത് നമുക്ക് വീടിന്റെ പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടെമ്പററി കണക്ഷൻസ് നമുക്ക് മെയിൻ കണക്ഷൻ ആയിട്ട് നമ്മൾ അതിനകത്ത് നമുക്ക് മാറ്റി KSEB നമുക്ക് അപ്രൂവ് ചെയ്ത് തരുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്ക് നോർമലായിട്ട് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് നമ്മൾ എന്തൊക്കെ കണക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് ഇന്റേണലി ഇപ്പോൾ നമ്മൾ പറയുന്നത് സിറ്റ് ഔട്ടിൽ തൊട്ട് തുടങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണലി സിറ്റ് ഔട്ടിൽ നമുക്ക് കോളിംഗ് ബെല്ല് വരും, ഒരു പ്ലഗ് പോയിന്റ്, ഒരു ലൈറ്റ് ഉണ്ട്, അങ്ങനെ മിനിമം വരുന്നത്. എക്സ്റ്റേണൽ ലൈറ്റ്സ് സംഗതിയിലുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്വാൻസ് ചെയ്യാം. പിന്നെ ലിവിംഗ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്ത ഡോറിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് മിനിമം ഒരു ലൈറ്റ് പോയിന്റിൽ നമുക്ക് വേണം. കാരണം നമുക്ക് നൈറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്ത് കൺവീനിയന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ്. ടി വി ലിവിംഗ് ഹാളിലാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ TV യൂണിറ്റ്സിന് ആവശ്യമായിട്ടുള്ള പ്ലഗ് പോയിന്റ്സ് 2-3 പ്ലഗ് പോയിന്റ്സ് വേണ്ടി വരും. പിന്നെ സാധാരണ വരുന്ന ലൈറ്റ് പോയിന്റ്സ് 2-3 ലൈറ്റ് പോയിന്റ്സ്, പിന്നെ ഫാൻസ്, അങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇതേപോലെ തന്നെ സെയിം നമ്മുടെ AC പോയിന്റ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ എക്സ്ട്രാ നമ്മൾ മിനിമമാണ് പറയുന്നത്. ബെഡ്റൂംസിലേക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം നമുക്കിപ്പോൾ ഒരു ബെഡിനോട് ചേർന്നിട്ട് വരുന്ന 2 പ്ലഗ് പോയിന്റ്സ്, ബെഡ് ലൈറ്റ്സ്, പിന്നെ നമുക്ക് വാൾ ലൈറ്റ്സിനുള്ള പോയിന്റ്സിനുള്ള അതിന്റെ 2-way സ്വിച്ചസ് ഉണ്ടാവും, പിന്നെ ഫാനിന്റെ സ്വിച്ചസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇപ്പോൾ സാധാരണ വരുന്നത്. പിന്നെ വീടിനകത്ത് തന്നെ നമുക്ക് മൊത്തം ഔട്ടറിലെ ലൈറ്റ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മാസ്റ്റർ സ്വിച്ച് കൊടുക്കും. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എപ്പോഴും ഒരു മാസ്റ്റർ സ്വിച്ച് നിങ്ങൾ വയ്ക്കണം. കാരണം ആ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ എല്ലാ ലൈറ്റും ഓൺ ആവുന്ന രീതിയിലുള്ള സ്വിച്ച് അത് വളരെ ഉപകാരമാണ്. പെട്ടെന്ന് നമ്മൾ നൈറ്റൊക്കെ എന്തെങ്കിലും പെട്ടെന്നൊരു ശബ്ദം കേട്ടു, നമുക്ക് പെട്ടെന്ന് എല്ലാ ലൈറ്റും പോയി ഇടാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ബെഡ്റൂമിലെ മെയിൻ മാസ്റ്റർ ബെഡ്റൂമിലാണ് ആ ഒരു കൈ എത്തുന്ന ദൂരത്തിലാണ് ആ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാ കസ്റ്റമേഴ്സ് പറയാറുണ്ടോ? കസ്റ്റമേഴ്സിന് കൂടുതലും അത് സാധാരണ ഇതിൽ ആളുകൾക്ക് അറിയില്ല, നമ്മളത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യും. അപ്പൊ നമ്മളത് പ്രിലിമിനറി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അതിന്റെ എല്ലാ സംഗതികളും ഒരു പ്ലാനോട് കൂടി തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വീണ്ടുമുള്ള കൂട്ടിച്ചേർക്കലുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കത് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് അതിന് വേണ്ട സ്ഥലങ്ങളിലെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ 2-way കൊടുക്കാറുണ്ടല്ലേ? അപ്പൊ ഒരു ലൈറ്റിനെ നമുക്ക് 2 സ്വിച്ചസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വയറിംഗ് ചെയ്യുമ്പോൾ അവരത് ചെയ്യും, അതോ നമ്മൾ പറയുന്നതിനനുസരിച്ചാണോ ചെയ്യുന്നത്? അത് ഏതൊക്കെ സ്പോട്ടുകളിലാണോ നമുക്ക് ആവശ്യം വരുന്നത് അത്തരം സ്ഥലങ്ങളിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. അതിപ്പോ നമുക്ക് ലിവിംഗ് ഹാളിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ഡൈനിങ് ഹാളിലത്തെ ലൈറ്റ്സ് നമുക്ക് ഒരു പാസേജ് ആണെന്ന് അവിടെ ഓപ്പൺ അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അത് അവിടെ നിന്ന് ഓഫ് ചെയ്യേണ്ട രീതിയിൽ അങ്ങനെ പല രീതിയിൽ കൊടുക്കാറുണ്ട്. അത് ഓരോരുത്തരും കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. സാധാരണ ബേസിക് ആയിട്ട് ഒരു ബെഡ്റൂം അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പോയിന്റ്സുകൾ കൊടുക്കുന്നത്? എങ്ങനെയാണ് ബാത്റൂംസിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഒരു എന്തെങ്കിലും ഒരു പ്ലഗ് പോയിന്റ് നമുക്ക് ട്രിമ്മേഴ്സ് യൂസ് ചെയ്യാനുള്ള പ്ലഗ് പോയിന്റ്, പിന്നെ ലൈറ്റ് എക്സ്പോസ്റ്റ് ഫാനിന്റെ, പിന്നെ മിറർ ലൈറ്റ്, അത്തരം സംഭവങ്ങളാണ് നമുക്ക് സാധാരണ ഒരു ബാത്റൂമിലേക്ക് ആവശ്യമുള്ളൂ. ബെഡ്റൂംസിലേക്ക് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ആ സംഗതികൾ തന്നെയാണ് ആവശ്യം വരുന്നത്. ഈ മിറർ ലൈറ്റ് ഇപ്പൊ നമ്മൾ കാണാറുണ്ട് ഒരു റൗണ്ട് ലൈറ്റിലൊക്കെ ബാത്റൂമിൽ വെക്കുന്നതിൽ ബാക്കിൽ LED ലൈറ്റ്സ്, അങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ ഒരുപാട് വരും. പുതിയതായിട്ട് വീട് വെക്കാൻ പോകുന്നവർ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. മിററിൽ തന്നെ ലൈറ്റ് വരുന്ന കുറെ മോഡൽസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ ബെഡ്റൂംസിൽ വാൾഡ്രോബ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും പോയിന്റ്സ് കൊടുക്കാറുണ്ടോ? അത് പറഞ്ഞല്ലോ, നമുക്ക് ഓരോരുത്തരുടെയും കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് വരിക. അപ്പൊ അവർ പ്ലാൻ ചെയ്യുന്ന ആ ഡിസൈനിനകത്ത്
അവിടെ ലൈറ്റ്സോ അല്ലെങ്കിൽ അതിനകത്ത് വല്ല പോയിന്റ്സോ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ വരുന്നത്. എല്ലാവരുടെ വീട്ടിൽ വന്നുകൊള്ളണമെന്നില്ല. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളുടെ ബിൽഡറോട് എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ സംസാരിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾക്ക് എവിടേക്കാണ് പോയിന്റ്സ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ കൂട്ടി അത് നിങ്ങൾ തീരുമാനിച്ചു വെക്കണം. ഓക്കെ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് വയറുകളെ പറ്റിയിട്ട്. എന്തൊക്കെ വയറുകളാണ് യൂസ് ചെയ്യുന്നത്, അതിന് ബ്രാൻഡ്സ് ഉണ്ടോ, ASMRക്ക് മസ്റ്റായിട്ടും വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാം. ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ നല്ല ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ലക്സ് തുടങ്ങിയ ബ്രാൻഡ്സ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഡിസൈൻസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കിട്ടും ഓരോ ലൈനിലേക്ക് വരുന്ന വയറിന്റെ എത്ര തിക്നെസ് ഉള്ള 1 mm ആണോ 1.5 mm ആണോ 3 mm തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. വോൾട്ടേജ് വേരിയേഷൻസ് ഒക്കെ വരാറുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു സ്വിച്ച് വെക്കാറുണ്ട്. അത് ഇപ്പോഴാണ്, അത് പണ്ട് മുതലേ ഉണ്ടോ? അങ്ങനെ കുറച്ച് മുതലൊക്കെ ഉണ്ട്. അത് നമുക്ക് വോൾട്ടേജ് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ട്രിപ്പ് ആവും. ഓട്ടോമാറ്റിക് ട്രിപ്പിന്റെ സ്വിച്ചസ് ഉണ്ട് അതിനകത്ത്. ELCB അതിനെ പറയാം. സ്വിച്ചസ് ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവും. ഹൈ വോൾട്ടേജ് വന്നാലോ അല്ലെങ്കിൽ വേറെ കിട്ടുന്ന ഉണ്ടായി കഴിഞ്ഞാൽ എടുക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ട്രിപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ആക്സറീസ് മെറ്റീരിയൽസ് നമ്മളിപ്പോ ടിവിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഷോർട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ലൈൻ ട്രിപ്പ് ആവും. നമുക്ക് ആ മെറ്റീരിയൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നാശമാവുന്ന നമുക്ക് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ 3 ഫേസും സിംഗിൾ ഫേസും അതിന്റെ ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞു. 3 ഫേസിന്റെ ആവശ്യകത വരുന്നപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കഴിഞ്ഞാൽ ആ ഒരു വീടിനകത്ത് 5000 വാട്ട്സിന് മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഫേസിലേക്ക് ആവശ്യകത ഉണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് KSEB നമുക്ക് കണക്ക് കിട്ടില്ല. അപ്പൊ നമ്മളൊരു വീടിനകത്ത് നമ്മൾ എല്ലാ റൂമിലും 3 റൂമിൽ AC, ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെ സാധാരണ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അറൌണ്ട് 5000 വാട്ട്സിന് മുകളിലേക്ക് വരും. അപ്പൊ നമ്മൾ ആ വീട് 3 ഫേസ് ലൈൻ കണക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യകത. ഓക്കെ. അപ്പൊ നമ്മുടെ എത്രയാണ് ആ ഒരു കൺസംഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ 3 ഫേസോ സിംഗിൾ ഫേസോ നോക്കുന്നത്. അതിന് നമുക്ക് ചാർജിന് വേരിയേഷൻ ഭയങ്കര കൂടുതലാണോ? ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു വലിയൊരു ട്രെൻഡാണ് ഈ സീലിംഗിൽ ഒരുപാട് സ്പോട്ട് ലൈറ്റ്സ് കൊടുക്കുന്നത്. എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? സീലിംഗ്സിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ലൈൻസ് ഇടാറുണ്ട്, കോണ്ടർ ലൈൻസ് ഇടാറുണ്ട്. അതിനകത്ത് വയറിട്ടില്ല. നമ്മൾ ആ സമയത്ത് വയറിലിടുക. നമ്മൾ മെയിൻ ആയിട്ട് പൈപ്പ്സ് മാത്രമാണ് ചെയ്യുക. സീലിംഗ് ലൈറ്റ്സ് എക്സ്പോസ് ചെയ്ത് വെക്കാതെ അതിന്റെ ഇൻബിൽറ്റ് ആയിട്ട് വിടാനായിട്ട് ബോക്സസ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ബോക്സസ് നമ്മൾ പ്രൊവൈഡ് അത് കോൺക്രീറ്റ് സമയത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്സ് നമുക്ക് ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പൊ കൂടുതലും കോൺക്രീറ്റിനകത്ത് വെക്കുന്ന ടൈപ്പ് ഡിസൈൻ തന്നെയാണ്. കാരണം എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈൻ ആ ഒരു വൃത്തിയിൽ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇന്ത്യയിൽ കയറി പോകുന്ന ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. പഴയൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പ് ഇട്ട് നോർമലി അതിനെ മറിക്കാനാണോ ഈ ഫോൾ സീലിംഗ് ഒക്കെ വന്നിട്ടുള്ളത്? അങ്ങനെയല്ല. ഫോൾ സീലിംഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 ആവശ്യങ്ങളാണ്. ഒന്ന് പല ടൈപ്പിലുണ്ടാകും. ചൂട് കുറയ്ക്കാനായിട്ട്, നമുക്ക് AC-യുടെ റൂം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട്, അങ്ങനെ പല ഭംഗിക്കായിട്ട് പല ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ സീലിംഗ്സ് യൂസ് ചെയ്യുന്നത്. സീലിംഗ്സിൽ നമ്മൾ കുറെ ലൈറ്റ്സ് ഇപ്പൊ ജിപ്സത്തിലോ അല്ലെങ്കിൽ ബാക്കി മെറ്റീരിയൽസിലൊക്കെ ചെയ്യുമ്പോഴും ലൈറ്റ്സ് നമ്മൾ ആഡ് ഓൺ ചെയ്യാറുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മൾ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളിലേക്ക് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യാറ്. ഓക്കെ. ആസ് എ ബിൽഡർ നിങ്ങൾ ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഞങ്ങൾക്ക് കൂടുതലും വരുന്നത് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ചിലപ്പോൾ വാൾ സീലിംഗിന്റെ താല്പര്യം ഉണ്ടായിരിക്കില്ല. ചില ആളുകൾക്ക് അത് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരിക്കില്ല. ചില ആളുകൾക്ക് അത് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. എന്നാലും അവർക്ക് കൺസീലായിട്ട് ഒരു ജിപ്സം ഫീലിംഗ് ഒക്കെ കിട്ടാനായിട്ട്, സീലിംഗ് നോക്കുമ്പോൾ ഭംഗി കിട്ടാനായിട്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ഈ ഒരു ഇതെല്ലാ വീടുകളിലും നമ്മൾ സോളാർ വെക്കുന്ന കണ്ടില്ലേ? ഈ സോളാർ വെക്കാൻ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ അതിന്റെ ഒരു വയറിങ്ങിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ട കാര്യമുണ്ടോ? സോളാർ ചെയ്യുന്ന സമയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇലക്ട്രിക്കൽ ലൈനിങ് നമ്മൾ ചെയ്ത് തരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ശരത്, നമ്മൾ സാധാരണ ഒരു 1000 അല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്കൊരു ഇലക്ട്രിക്കലിന്റെ ഒരു ബഡ്ജറ്റ് എത്ര വരും നമ്മുടെ പ്രേക്ഷകർക്ക്? സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ജോബിന്റെ ഒരു വീടിന് നമുക്ക് ചെയ്ത് വരാനായിട്ട് ഏതാണ്ട് 1,25,000 1,30,000 ആ റേഞ്ച് ഒക്കെ നമുക്ക് എക്സ്പെൻസ് വരും ഇലക്ട്രിക്കലിന് വരും. അതെ, ഇലക്ട്രിക്കൽ സ്വിച്ചസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം. ഓക്കെ. അപ്പൊ ഈ നമ്മൾ സ്വിച്ചസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. സ്വിച്ചസിന്റെ ഒക്കെ അതൊക്കെ നമ്മൾ ബ്രാൻഡ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരുപാട് മാർക്കറ്റിൽ ഇഷ്ടം പോലെയുള്ള മാർക്കറ്റ്സിൽ ഒരുപാട് ടൈപ്പ് ഡിസൈൻസും
ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഏത് ക്വാളിറ്റിയുള്ള സാധനം കൂടുതലും സിറ്റുവേഷൻ ഒക്കെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ LEs, ലെഗ്രാൻഡ്, GM എന്ന് പറഞ്ഞ ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. കുളു ഹോം എഡ്യൂക്കേഷൻ സീരീസിന്റെ ഈ എപ്പിസോഡ് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? തീർച്ചയായും. താങ്ക് യു.